കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ രാജേന്ദ്രൻ അന്തരിച്ചു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും ഏറ്റെടുത്തത്. അതിനെ തുടർന്ന് എല്ലാവർക്കും വളരെയധികം വിഷമവുമായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിനോടൊപ്പം സീരിയലിൽ പ്രവർത്തിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരത്തിന്റെ കുറിപ്പ് വികാരഭരിതമായി മാറുകയാണ്. ഇപ്പോൾ ഒറ്റ ശിഖരം എന്ന സീരിയലിൽ അഭിനയിക്കുന്ന ബിനിൽ ഖാദറിന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് എന്ന് പറയാം. ആൾക്കൂട്ടത്തിൽ മാറി നിന്ന് രാജേന്ദ്രനെ അവസാന നോക്ക് കാണാനായി എത്തിയ ബിനിൽ എഴുതിയ കുറിപ്പ് അദ്ദേഹത്തിനെ തന്നെ വികാരഭരിതമാക്കുന്നു. എത്രമാത്രമാണ് അദ്ദേഹത്തിന് രാജേന്ദ്രൻ എന്ന നടനോടുള്ള ഇഷ്ടമെന്ന് ഈ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അത്രമാത്രം ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞ ഒരു കുറിപ്പും അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിച്ച് ബിനിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ വരികളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു അച്ഛനായോ സഹോദരനായോ സുഹൃത്തായോ ഗുരുവായോ അങ്ങനെ പല രീതിയിലും എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുവെന്ന് ബിനിൽ തന്നെ വ്യക്തമാക്കി. ബിനിലിൻ്റെ ആ വ്യക്തമാക്കലിലൂടെ തന്നെ പലർക്കും കാര്യം മനസ്സിലായി. അത്രമേൽ വിഷമത്തിൽ കഴിയുകയാണ് ബിനിൽ എന്ന്. ബിനിലിൻ്റെ ആ കുറിപ്പ് ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചു നീറ്റുന്നു. ഒരുപാട് പേർ ചോദിച്ചിരുന്നു രാജേന്ദ്രൻ ചേട്ടനെ കാണാൻ പോയില്ലേ എന്ന്. വീഡിയോയിലൊന്നും കണ്ടില്ലല്ലോ എന്ന്. ഞാൻ പോയിരുന്നു. തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാണ് ഞാൻ കണ്ടത്. എത്ര തിരക്കിലായിരുന്നാലും അവസാനമായി ഒരു നോക്ക് കാണാൻ എവിടെയായിരുന്നാലും ഞാൻ പോകുമായിരുന്നു. കാരണം അദ്ദേഹം എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം കന്യാദാനം ലൊക്കേഷനിൽ വന്നാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും എന്നോട് തന്നെയായിരുന്നു. ഒരു മകനെ പോലെ എന്നെ സ്നേഹിച്ചിരുന്നു, ചേർത്തു പിടിച്ചിരുന്നു. അതൊന്നും എനിക്കൊരിക്കലും മറക്കാനാകില്ല. അങ്ങനെ ചേർത്തു നിർത്തിയ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. മുന്നിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാറി ഒരിടത്തിരുന്നു. എല്ലാം കഴിഞ്ഞ വൈകുന്നേരത്തോടെയാണ് ഞാൻ തിരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒത്തിരി പേരും അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും തന്നെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാനായില്ല. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ദുഃഖം അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരം കാണാൻ തന്നെയാണ്. എപ്പോഴും സംസാരിക്കുന്ന പുഞ്ചിരി പുലർത്തുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയായിരുന്നു രാജേന്ദ്രൻ. എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹം മനസ്സിലാക്കി കൊടുക്കുക? അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചിന്ത. അദ്ദേഹത്തിന് അറിയാം ഞാൻ എത്രമാത്രമാണ് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നതെന്ന്. എന്നാലും അദ്ദേഹത്തിനെ അവസാനമായി പോയി കാണുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കടമ തന്നെയായിരുന്നു. ഭൂമിയിൽ അന്ന് എവിടെയാണെങ്കിലും ഞാൻ ആ ദിവസം അദ്ദേഹത്തിൻ്റെ അരികിൽ എത്തുമെന്ന് ഉറപ്പിച്ചിരുന്നു. എനിക്ക് ഭാഗ്യം പോലെ അദ്ദേഹത്തിനെ അവസാന നോക്ക് കാണാനും അദ്ദേഹത്തിന് യാത്ര അയക്കാനും സാധിച്ചു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.